സ്നേഹമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ പത്തോടി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ഇപ്പോൾ ഈ കാണുന്നത് പത്തോടി അണക്കെട്ടാണ്. 2014-15 കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട മഞ്ചേശ്വരത്തിൻ്റെ ജനകീയനായ MLA PB അബ്ദുൾ റസാഖ് സാഹിബ് നിർമ്മിച്ച ഈ നാട്ടിലെ കൃഷിക്കാർക്കും ഇവിടുത്തെ ആളുകൾക്കും ശുദ്ധമായ കുടിവെള്ളം ലഭിക്കാൻ വേണ്ടി അണക്കെട്ട് നിർമ്മിച്ചതാണ്. ഈ നിർമ്മിച്ചതിന് ശേഷം ഇതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു തീരുമാനത്തിൽ ഇന്നുവരെ എത്താൻ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചിട്ടില്ല. ഇത് നിർമ്മിച്ചതിന് ശേഷം ഇവിടുത്തെ ബ്രദേഴ്സ് പത്തോടിയിലെ കർമ്മധീരരായ പ്രവർത്തകരാണ് ഇതിൻ്റെ പരിപാലനം നടത്തുന്നത്. പല ഉദ്യോഗസ്ഥന്മാർക്കും, ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന കാലം മുതൽ ഉദ്യോഗസ്ഥന്മാരെയും കളക്ടറെ അടക്കമുള്ള ആളുകൾക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നുവരെ അതിന് തീരുമാനമുണ്ടായിട്ടില്ല. വേനൽക്കാലം വരാറായി. ഇവിടെ വെള്ളമൊക്കെ, ശുദ്ധമായ വെള്ളമൊക്കെ ഒഴുകി കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഈ വെള്ളം ഇവിടെ തടഞ്ഞു നിർത്തിയാൽ മാത്രമേ മംഗൽപാടി പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ, അതുപോലെ മീഞ്ച പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ, ഉപ്പള ടൗണ്, ഇദായത്ത് നഗർ, ഇദായത്ത് ബസാർ, പസ്ലംപാറ, മൂസോടി അടക്കമുള്ള ഇപ്പുറം പത്തോടി, മപ്പായിത്തൊട്ടി, കോടിമേൽ അടക്കമുള്ള മംഗൽപാടി പഞ്ചായത്തിലെ 10-ൽ കൂടുതൽ വാർഡിലെ വെള്ളത്തിന് ക്ഷാമമില്ലാതെ നിൽക്കുന്നത് ഈ ഒരു അണക്കെട്ട് ഡാം ഉണ്ടാക്കിയത് കൊണ്ടാണ്. ഞാനിവിടെ ഈ ബ്രദേഴ്സ് പത്തോടിയിലെ പ്രവർത്തകന്മാരെ അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ 4-ാം വാർഡ് മെമ്പറും ബ്രദേഴ്സിൻ്റെ പ്രിയപ്പെട്ട മെമ്പറുമായ ഷെരീഫ് ടിയെയുടെയും റഷീദിൻ്റെയും അടക്കമുള്ള സിദ്ദീഖ് പത്തോടിയുടെയും ജബ്ബാർ പത്തോടിയുടെയും ഐദർ അടക്കമുള്ള, ആരിഫ് അടക്കമുള്ള, അനീസ് അടക്കമുള്ള പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ അടക്കമുള്ള ആളുകളുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട ആഷിഖ് മള്ളി, നൗഷാദ്, അതുപോലെ അയാസ്, ഇവിടെ ബാച്ചു അടക്കമുള്ള പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് പ്രവർത്തകന്മാർ. ഇന്ന് ഇവരൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ഉപ്പള പരിസര പ്രദേശങ്ങളിൽ. ഇന്ന് ഞായറാഴ്ച അവധി ദിനമായിട്ടും ഈ ഒരു ദിനം നാട്ടിന് വേണ്ടി, ഇവരെ കേവലം ഒരു പത്തോടിക്ക് മാത്രമല്ല ഇത് ആവശ്യം, നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും, തൊട്ടടുത്തുള്ള മീഞ്ച പഞ്ചായത്തിൻ്റെ പല മേഖലകളിലേക്കും ഈ വെള്ളം ഇവിടെ കെട്ടി നിൽക്കുമ്പോൾ തൊട്ടടുത്തുള്ള കിണറുകളിലേക്കൊക്കെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എത്തുന്നുണ്ട്. ഇത് സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ്. പുതിയ കാലഘട്ടത്തിൽ കുടിവെള്ളത്തിന് രൂക്ഷമായ ക്ഷാമം നേരിടുമ്പോൾ ഇവിടുത്തെ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ ദീർഘവീക്ഷണത്തോടെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ മെല്ലപ്പോക്ക് നയം മൂലം ഇതിവിടെ ശോചനീയമായ അവസ്ഥയ്ക്ക് എത്തിയിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ആദ്യമായി സന്ദർശിക്കുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ അടിയന്തരമായി ഇതിനൊരു തീരുമാനമുണ്ടാക്കും. പ്രത്യേകിച്ച് പ്രദേശത്തിൻ്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങൾ ഇത്ര കാലം ഈ നാട്ടിന് വേണ്ടി ചെയ്തത് ഏറ്റവും വലിയ നന്മയുള്ള പ്രവൃത്തിയാണ്. വെള്ളം എന്ന് പറയുന്നത് ഏറ്റവും വലിയ, ആളുകൾക്ക് ദാഹിക്കുന്നവർക്ക് വെള്ളം എത്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൽക്കർമ്മമാണ്. ഇവിടെ നിങ്ങൾ ചെയ്തത് അത് തന്നെയാണ്. നിങ്ങളിവിടെ ഒരു ദിവസത്തെ പ്രവൃത്തി ഇതിനു വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഈ നാട്ടിലെ ആയിരക്കണക്കിന് ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ സോഴ്സാണ് നിങ്ങൾ എത്തിച്ചു നൽകുന്നത്. നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. കൂട്ടത്തിൽ ഒരു ഉറപ്പ് നൽകുന്നു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഇനി ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഏത് ഉദ്യോഗസ്ഥനായാലും ആ ഒരു സിസ്റ്റമിൽ ഉണ്ടായ ഒരു തകരാറാണ്. അത് ഏത് ഉദ്യോഗസ്ഥനായാലും ഇവിടെ ഇതിനു വേണ്ടിയ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടിരിക്കും. കാരണം കൃത്യമായി വേനൽക്കാലം വരുമ്പോൾ ഇതിന് ഷട്ടർ ഇടേണ്ടതുണ്ട്. ഷട്ടറിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയാലേ ഇവിടെ വെള്ളം പരിസര പ്രദേശങ്ങളിലേക്ക്, കിണറുകളിലേക്കും കുഴിക്കിണറുകളിലേക്കും എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനിയുള്ള കാലങ്ങളിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുകയില്ല. തീർച്ചയായും എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, ഇതൊരു നാട്ടിൻ്റെ വെള്ളത്തിൻ്റെ വിഷയമാണ്. നിങ്ങൾ മെല്ലപ്പോക്ക് നിലപാട് സ്വീകരിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ ഈ വെള്ളം വേനൽക്കാലം വരുമ്പോൾ ഷട്ടറിടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ അനുവദിച്ചു. അതിനൊരു തീരുമാനം പോലും ഇന്നുവരെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിച്ച് ഈ നാട്ടിലെ ആളുകൾക്ക് കുടിവെള്ളം ലഭിക്കാനുള്ളതും
അവരുടെ കുടിവെള്ളത്തിനുള്ള ഒരു സാഹചര്യം നിങ്ങൾ മൂലം ഇല്ലാതാകാൻ പാടില്ല. ബ്രദേഴ്സ് പത്തോടിയുടെ പ്രവർത്തകന്മാർ കഴിഞ്ഞ 8-10 വർഷക്കാലമായി ഇവിടെ ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇത് എത്ര കാലം ഇങ്ങനെ കൊണ്ടുപോകുമെന്നാണ് ചോദിക്കാനുള്ളത്. സർക്കാർ ലെവലിൽ കൃത്യമായൊരു തീരുമാനമുണ്ടായി. എല്ലാ വേനൽക്കാലത്തും ഇതിന് ഷട്ടറിടാനും മഴക്കാലം വരുമ്പോൾ അത് എടുത്തു മാറ്റാനുള്ള ഒരു സംവിധാനം പത്തോടി ഡാമിൽ ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്.